അതുവരെ നമ്മുടെ ലോണിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്ന കുറേ ഫ്രണ്ട്സ് നമുക്ക് അതിലും കൂടുതൽ നമ്മുടെ സ്റ്റഡീസ് നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഫസ്റ്റ് മനസ്സിലാക്കുക. പാർട്ട് ടൈം ചെയ്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാർട്ട് ടൈം ചെയ്ത് നമുക്ക് നമ്മുടെ ലോൺ അല്ലെങ്കിൽ നമ്മുടെ ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ആണെങ്കിലും വേറെ കുറേ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ചും ഇനിയും യു കെയിലോട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ നാട്ടിൽ നിന്ന് വരുന്നവരുടെ കുറേ കൺസേണുകൾ. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് നമ്മളും മറ്റാൾക്കാരെയൊക്കെ കണ്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് പിന്നെയും സംശയങ്ങൾ ഉണ്ടായവരാണ് നമ്മളോട് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ യു കെയിലെ പാർട്ട് ടൈം ജോബുകളുടെ സത്യാവസ്ഥ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ശരിക്കും എന്താണ് റിയാലിറ്റി ആയിട്ട് യു കെയിൽ പാർട്ട് ടൈം ജോബിൻ്റെ കേസിൽ നടക്കുന്നത്, അതിനെ പറ്റിയിട്ട് നമുക്കറിയാവുന്നതും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും നമ്മുടെ ഫ്രണ്ട്സ് അനുഭവിച്ചിട്ടുള്ളതുമായ പച്ചയായ കുറച്ച് സത്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ 2022 ജാൻ ഇൻടേക്കായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ആ ടൈമിൽ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അത്യാവശ്യം സ്റ്റുഡൻസ് വരുന്ന ടൈമാണ്, കൂടെ ഡിപ്പെൻഡൻസ് ഉള്ള ടൈമാണ്. എന്നിരുന്ന് പറഞ്ഞാലും അത്യാവശ്യം കുറച്ചുകൂടെ നമുക്ക് ജോലിക്ക് സാധ്യതയുണ്ടായിരുന്നു. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, കൃത്യം പറയുകയാണെങ്കിൽ വന്നു കഴിഞ്ഞ് 10ാമത്തെ ദിവസം ജോലി കിട്ടിയ ആളാണ് ഞാൻ, പാർട്ട് ടൈം ആയിട്ട്. അതും പാർട്ട് ടൈം ആയിട്ട് കിട്ടിയത് ഒരു വെയർ ഹൗസിലാണ്. ജസ്റ്റ് ഒരു വെയർ ഹൗസ് ഓപ്പറേറ്റീവ്, അതായത് സാധാ വെയർ ഹൗസിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും ലോ ക്ലാസ് പണി, അത് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് കേൾക്കുന്നത്. അതായത് നമ്മളിപ്പം ഫുൾ ടൈമിലോട്ട് കയറി, പക്ഷേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നതൊക്കെ കേട്ടിട്ടാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വളരെ ദയനീയമായൊരു കഥയുണ്ട്. അതായത് നാട്ടിൽ നിന്ന് ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഒത്തിരി പ്രതീക്ഷയോടുകൂടി വന്ന കുറച്ച് പിള്ളേർ പെട്ട് കിടക്കുകയാണ്. അതായത് ഒന്നും ചെയ്യാൻ പറ്റണില്ല. 3-4 മാസമായിട്ട് റൂമിൻ്റെ വാടക അവരുടെ നാട്ടിലത്തെ ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടിൽ നിന്ന് അടച്ചുകൊണ്ടിരിക്കേണ്ട ഇവിടുത്തെ എക്സ്പെൻസ്. അതായത് നമുക്ക് റൂം റെൻ്റ് ഉണ്ട്, നമ്മുടെ ലിവിങ് എക്സ്പെൻസ്, അതായത് നമുക്ക് ഒന്നുമില്ലെങ്കിലും നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി വരാനുള്ള ചിലവില്ല, അതുവരെ നമ്മുടെ ലോണിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്ന കുറേ ഫ്രണ്ട്സ് നമുക്ക് അറിയാവുന്നതുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇപ്പം എല്ലാം തികഞ്ഞ് എല്ലാം ഹൈഫൈ ഫാമിലിയിൽ നിന്നൊന്നും അല്ല നമ്മൾ വരുന്നത്. ഞാനൊക്കെ ആണെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുപോലെ ഒരു ചെറിയ ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത്, നമുക്ക് നാട്ടിലൊരു ഹൈ ക്ലാസ് ജോലി ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ശമ്പളമാണ് നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഇന്നർ ലണ്ടനാണെങ്കിലും ഔട്ടർ ലണ്ടനാണെങ്കിലും ഓൺ ആൻ ആവറേജ് നമുക്കൊരു 30,000 റുപ്പീസ്, 30,000 രൂപയിലും കുറഞ്ഞ നമുക്ക് റൂമിൻ്റെ റെൻറ്റ് മാത്രമാണ് നമുക്കാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ, കഴിക്കാനുള്ള ഫുഡിൻ്റെ ചിലവ്, പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എല്ലാത്തിനും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് എന്താണേലും ഏറ്റവും മിനിമം, ഇപ്പം പോട്ടെ നമ്മളിപ്പോൾ ഒരു ബങ്കർ ബെഡ് അല്ലെങ്കിൽ അക്കോമഡേഷൻ ഭയങ്കര ഷെയർഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാലും എല്ലാം കൂടെ ചേർന്നാൽ നമുക്കൊരു 10-35,000 രൂപയിൽ ഇല്ലാണ്ട് ഒരാൾക്ക് യു കെയിൽ ഒരു മാസം നമുക്ക് തയ്ക്കാൻ പറ്റൂല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കത്തിയെടുത്ത് ബ്ലേഡ് എടുത്ത് മേത്ത് വെച്ച് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ മുകളിൽ കിടക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. അതായത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് എല്ലാവരും ആഗ്രഹത്തിൻ്റെ പുറത്താണ്, ഞാൻ ഉൾപ്പെടെ യു കെയിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിലോട്ട് നമുക്കൊരു അസറ്റായിട്ട് നമുക്കൊരു എഡ്യൂക്കേഷനും ഉണ്ടാകും, അതുപോലെ തന്നെ നല്ലൊരു ജോലിക്ക് നമുക്ക് കയറാനും പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ വരുന്നത്. ചുമ്മാ കാഴ്ച കാണാൻ വരുന്നവരും ഉണ്ട്, അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, നമ്മളതൊന്നും അല്ല പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു പാർട്ട് ടൈം അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ, യു കെയിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിവിടെ പാർട്ട് ടൈം കിട്ടുകയെന്ന് പറയുന്നത് വലിയ വൈറ്റ് കോളർ ജോബ്സ് ഒന്നും കിട്ടത്തില്ല. എന്താണേലും നല്ലപോലെ കഷ്ടപ്പെടേണ്ട ജോബ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം കുറേ നമ്മുടെ ന്യൂസിലും അല്ലെങ്കിൽ അതുപോലെയുള്ള മീഡിയാസിലൊക്കെ നമ്മൾ കാണും, നാട്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്, പ്രായമുള്ളവരുടെ പാമ്പേഴ്സ് മാറ്റുന്നു, അപ്പി മാറ്റുന്നു, അത്രയും വൃത്തികെട്ട ജോലിയാണ് ചെയ്യുന്നത്. ശരിയാണ്, അതൊക്കെയാണ് ഇവിടുത്തെ ജോലികൾ എന്ന് പറയുന്നത്. നാട്ടിൽ നമ്മൾ ഒരു വൃദ്ധസദനം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നല്ല പ്രായമായവരെ നോക്കുന്നത് വേറെ ആൾക്കാരാണ്, നമ്മുടെ പിള്ളേരെ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല, അത് ശരിയാണ്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതിനെ അവർ നല്ലൊരു ഡിഗ്നിറ്റി ഉള്ള ജോബായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്രയും മോശപ്പെട്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ, ഇവിടെ കിട്ടുന്നതെല്ലാം അത്യാവശ്യം നമുക്ക് ശരീരത്തിന് നമുക്ക് ഇച്ചിരി
ബുദ്ധിമുട്ടുള്ള ജോലികളാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സ് ഉറപ്പിച്ച് വേണം നമ്മളിവിടെ വരാൻ. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് വെച്ചാൽ നമുക്ക് എന്താണ് വെയർ ഹൗസുകളൊക്കെ വളരെ കുറവുള്ള സ്ഥലങ്ങൾ കാണും. ഇപ്പം പർട്ടിക്കുലർലി എനിക്ക് സ്ഥലത്തിനൊന്നും പേരറിയില്ല, എന്നാലും വെയർ ഹൗസ് കുറവുള്ള സ്ഥലത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്ന് വെച്ചാൽ ഷോപ്പുകളിൽ ജോലി അന്വേഷിക്കുക. ഇപ്പോൾ ഈ ഷോപ്പുകളിൽ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് അവർ സൈഡിലൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഷോപ്പിലോട്ടൊക്കെ ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിക്കുക. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ UK വന്ന് ഇറങ്ങുന്ന ടൈമിൽ നിങ്ങളൊരു സെറ്റ് ഓഫ് CVs ഉണ്ടാക്കി വെക്കുക. ജനറൽ CV ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താ ATS ഫ്രണ്ട്ലി UK ഫോർമാറ്റ് CV അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ജനറൽ CV കുറച്ച് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഈ CVയുടെ ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഷോപ്പിൽ ചെന്നു അവരോട് നമ്മൾ ജോലിയുടെ കാര്യം പറയുന്നു, ചിലപ്പോൾ അവർ പറയും ഇല്ല ഞങ്ങളിപ്പോൾ ജോലിക്ക് ഒഴിവൊന്നും കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ CV അവരുടെ കൊടുത്തിട്ട് പറയാം ഞാൻ അത്യാവശ്യം എനിക്ക് ജോലി ആവശ്യമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CV ഒന്ന് വെച്ചേക്കാം, എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ എൻ്റെ മെയിലിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലോട്ടോ ഒന്ന് അറിയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്വീകരിച്ച് വെക്കും. അത് നമുക്കൊരു വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ചിലപ്പോൾ ഒരു ജോലിയിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷോപ്പിലൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങ് ടെൻഷൻ ആവാണ്ട് നമ്മുടെ ഇംഗ്ലീഷ് നമുക്കറിയാം. നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്. UK ഭയങ്കര നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഫ്ലുവൻസി ഉള്ള ഇംഗ്ലീഷാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും ഇച്ചിരി കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് സംസാരിക്കാം. ഇപ്പം നമ്മൾ പേടിച്ച് നിന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവരോട് കൺവിൻസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് വലിയ ആവശ്യമില്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ജോലി ഉണ്ടായിരിക്കും, നമ്മൾ പറയുന്നത് ആ കമ്മ്യൂണിക്കേഷൻ അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ആ ജോലി നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, മാക്സിമം കടകളിൽ കയറി ജോലി അന്വേഷിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിയാണ്, നമ്മൾ UK വരുന്നത് പാർട്ട് ടൈമിനല്ല. അതാണ് ഫസ്റ്റ് നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്. നമുക്ക് പാർട്ട് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ മനസ്സിൽ കരുതുക. ഇവിടെ അറ്റൻഡൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പല യൂണിവേഴ്സിറ്റികളും ഇപ്പം അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നമ്മളെ എക്സാമിന് ഇരുത്തിയാൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഫൈനൊക്കെ കൊടുക്കേണ്ട അവസ്ഥ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ടൈം ഫ്ലെക്സിബിൾ ആക്കണം. കാര്യം പറഞ്ഞ് ചില ആൾക്കാർ പാർട്ട് ടൈം ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ നമ്മളെ ജോലിക്ക് എടുക്കുകയില്ല. പക്ഷേ ഈ ഫ്ലെക്സിബിൾ ആക്കുന്ന ടൈമിലും നിങ്ങളുടെ സ്റ്റഡീസ്, അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോകേണ്ട ദിവസങ്ങൾ ഒഴിവാക്കി തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി പാർട്ട് ടൈമിന് വേണ്ടി കൊടുക്കാം. അല്ലാണ്ട് പക്ഷെ നമുക്ക് എല്ലാം കൊണ്ടും ഭയങ്കര സ്ട്രെസ്സായിരിക്കും എല്ലാം. അതായത് ചിലപ്പം നമ്മൾ പാർട്ട് ടൈം കഴിഞ്ഞ് വരുന്നതേ ചിലപ്പോൾ ക്ലാസ്സിലോട്ടായിരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലും കുറേ പേര് അത്രയും സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചിട്ടും അവരിപ്പോൾ നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും കാര്യം. പാർട്ട് ടൈമിനും പ്രയോറിറ്റി കൊടുക്കുക, അതിലും കൂടുതൽ നമ്മുടെ സ്റ്റഡീസ്, നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ പാർട്ട് ടൈം ചെയ്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാർട്ട് ടൈം ചെയ്ത് നമുക്ക് നമ്മുടെ ലോൺ അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ തീർക്കാൻ പറ്റുമെന്ന്. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഇപ്പോൾ പോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ ഏപ്രിലിൽ ഇത് വെച്ചിട്ട് ഇപ്പം 12 പോയിൻറ്റ് മുകളിൽ എബോവ് നമുക്ക് സാലറി ഉണ്ട് പെർ അവർ. എന്നിരുന്നാൽ പോലും നിങ്ങൾ എത്ര മാക്സിമം വർക്ക് ചെയ്താലും 20 hours ആണ് ലീഗലി നമുക്ക് UK വർക്ക് ചെയ്യാൻ പറ്റുന്നത് പെർ അവർ ഫോർ എ സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മൾ എത്ര 20 hours മാക്സിമം എടുത്തു നമുക്ക് ആ നല്ലൊരു ശമ്പളമുള്ള ജോലിയാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് മാക്സിമം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് 900 to 1000 pounds ആണ്. ഇതിൻ്റെ അകത്ത് വേണം നമ്മുടെ ഇവിടുത്തെ ചിലവുകൾ നടക്കാൻ, നമ്മുടെ ബാക്കി ട്രാവൽ എക്സ്പെൻസുകൾ നടക്കാൻ, ഫുഡിൻ്റെ കാര്യങ്ങൾ നടക്കാൻ, റെൻറ്റ്, എല്ലാ കാര്യവും ഇതിൻ്റെ അകത്തുനിന്ന് വേണം നടത്താൻ. അതിൻ്റെ കൂടെ ഒരു 3 ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഹാഫ് പേയ്മെൻറ്റ് അടച്ചിട്ട് വന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ടുള്ള കുറച്ച് സേവിങ്സ് ഇതിൻ്റെ അകത്തുനിന്ന് വേണം വരാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബാക്കി എത്ര രൂപ നമുക്ക് സേവ് ചെയ്ത് ഓരോ മാസം പിടിക്കാമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പം നാട്ടിൽ കുറച്ച് പൈസ അയച്ചു കൊടുക്കാൻ ഒരവസ്ഥ ഉള്ളവരാണെങ്കിൽ അതും കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ലിറ്ററലി ഒന്നും കാണത്തില്ല. അപ്പം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ പാർട്ട് ടൈം ചെയ്ത് ഫീസ് അടയ്ക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. സേവ് ചെയ്യാൻ പറ്റും, കുറച്ച് സേവ് ചെയ്ത് കുറച്ചൊക്കെ ഫീസ് അടയ്ക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ബ്ലൈൻഡ്ലി ഏജൻസി പറയുന്നത് വിശ്വസിക്കാതെ പാർട്ട് ടൈം ചെയ്ത് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ അടച്ച ഒരു മനുഷ്യനും ഇവിടെ ഇല്ല. അല്ലെങ്കിൽ അടച്ചവർ ഈ പറഞ്ഞ പോലെ NI അല്ലാത്ത ജോബ് ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന പഠിത്തത്തിന് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ജോബിലോട്ട് കയറാൻ പറ്റുകയും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസൊക്കെ അടച്ച് എല്ലാം കൊണ്ടും ഒന്ന് സേഫിലാവാൻ പറ്റുകയും ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ പറയാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ പാർട്ട് ടൈം നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പഠിത്തത്തിനും പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ പാർട്ട് ടൈം അന്വേഷിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂവും നിങ്ങളുടെ ഷോപ്പിലൊക്കെ ഇറങ്ങിയും പറ്റുമെങ്കിൽ വെയർ ഹൗസൊക്കെ എവിടെ ഉള്ള ആ ലൊക്കേഷനൊക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്ക് ഒരു 50-50 ചാൻസാണ് വരുന്നതേ പാർട്ട് ടൈം കിട്ടുക എന്നുള്ളത്. അപ്പോൾ
അത്യാവശ്യം പാർട്ട് ടൈം ഉള്ള സ്ഥലമൊക്കെ നോക്കി കുറച്ച് കണക്ഷനൊക്കെ ഉണ്ടാക്കി വെച്ച് യു കെയിലോട്ട് അല്ലെങ്കിൽ ഏത് രാജ്യത്തോടാണെങ്കിലും വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഇറ്റ്സ് മീ ഭീമ സൈനിങ് ഓഫ് ഫ്രം അവീസ് UK ചാനൽ. ബൈ.